നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ അരമനകൾ കയറിയിറങ്ങി നടന്നും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നും പറഞ്ഞുമൊക്കെ ക്രൈസ്തവരുടെ പിന്നാലെ നടന്ന BJP-ക്കാരുടെ തനിനിറം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു. നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ക്രൈസ്തവ സമൂഹത്തിനെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചാരണങ്ങളും അധിക്ഷേപങ്ങളുമാണ് സോഷ്യൽ മീഡിയ വഴി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫലം പുറത്തു വന്നതിന് തൊട്ട് മുമ്പ് വരെ ക്രിസ്ത്യാനികളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞങ്ങളോട് രണ്ടുപേരോടും ഏറ്റുമുട്ടാൻ ഇവിടെ ആരുണ്ടടാ എന്ന് ചോദിച്ച് നടന്ന സംഘപരിവാർ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് നസ്രാണികളെന്നാണ് ഇപ്പോൾ പറയുന്നത്. വെള്ള നൈറ്റിക അലവരാതികൾ, തെമ്മാടികൾ, ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ ക്രൈസ്തവ പുരോഹിതന്മാരെയും സഭാ നേതൃത്വങ്ങളെയും അവർ അധിക്ഷേപിക്കുന്നത്. ക്രിസ്മസ് കാലത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ കേക്കും സമ്മാന പൊതികളും വാങ്ങി ഇവരുടെയൊക്കെ അരമനകളിൽ പോയി നിരങ്ങി ആസനം താങ്ങേണ്ട ആവശ്യം BJP നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ലെന്നാണ് സംഘപരിവാറും BJP പ്രവർത്തകരും ഒരുപോലെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തെയും സഭകളെയും സഭാ നേതൃത്വങ്ങളെയും കേട്ടാൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വാക്കുകളിലൂടെ, പദപ്രയോഗങ്ങളിലൂടെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ടാണ് സംഘപരിവാർ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമായി കളം നിറയുന്നത്. സാധാരണയായി ക്രിസ്മസ് നാളുകളിൽ പൊതുവെ ക്രിസ്ത്യാനികൾ പോലും അവരവരുടെ വീടുകളിൽ ഒരു സ്റ്റാറാണ് തൂക്കാറുള്ളതെങ്കിൽ കഴിഞ്ഞ ക്രിസ്മസിന് ക്രിസ്ത്യാനികളെ സൂക്ഷിക്കാൻ സംഘപരിവാറുകാർ 2-3 സ്റ്റാറുകളാണ് അവരുടെ വീടുകളിൽ തൂക്കിയിട്ടത്. എന്നിട്ട് ദേശീയബോധമുള്ള നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്ന നല്ലവരായ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകമായ ഹാപ്പി ക്രിസ്മസ് എന്നാണ് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അത്തരം പ്രഹസനങ്ങളുടെ മുന്നണി പോരാളിയായി നിന്ന ആളാണ് ലക്ഷ്മി. ആ ലക്ഷ്മി അടക്കമുള്ളവരാണ് ഇപ്പോൾ പറയുന്നത് BJP നേതാക്കൾ അരമന നിരങ്ങുന്ന പരിപാടി ഇതോടെ അവസാനിപ്പിക്കണമെന്ന്. ഇവിടെ BJPക്ക് ജയിക്കാൻ നസ്രാണികളുടെ സഹായം ആവശ്യമില്ലെന്നാണ് ഓരോ സംഘപരിവാർ പ്രവർത്തകരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴേക്കും ഇത്രയധികം വെറുപ്പും അസഹിഷ്ണുതയും ഇവർ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ പ്രത്യയശാസ്ത്രപരമായി ഇവർക്ക് ക്രിസ്ത്യാനികളോടുള്ള വെറുപ്പിന്റെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും PC ജോർജിനും ഷോണിനും അനൂപിനും സാബു ജേക്കബിനും ഒക്കെ ഒരു നാണവും തോന്നിയിട്ടില്ലേ? 1964 രൂപം കൊണ്ട സംഘപരിവാർ സംഘടനയാണ് VHP അഥവാ വിശുദ്ധ പരിഷത്ത്. അന്ന് VHPയുടെ സ്ഥാപക യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് RSS നേതാവ് RS ആപ്തയെ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ അതിതീവ്രമായ ചില പരാമർശങ്ങളുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങളെയും സംസ്കാരത്തെയും നശിപ്പിക്കണമെന്ന വൈദേശിക ശക്തികളാണ്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തെ, ക്രിസ്ത്യൻ മിഷണറിമാരെ, ആ ക്രൈസ്തവ സമൂഹത്തെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ കരുതിയിരിക്കണം. അതേ VHPയുടെ പ്രവർത്തകരാണ് കഴിഞ്ഞ വർഷം പാലക്കാട് ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ കയറി പുൽക്കൂട് തകർത്ത കേസിൽ അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ അതേ പാലക്കാട് തന്നെ കരോൾ സംഘത്തെ ആക്രമിച്ച കേസിലും അറസ്റ്റിലായി. അതുകൊണ്ട് അധികാരത്തിന്റെ അപകടം പ്രതീക്ഷിച്ച് സംഘപരിവാർ സംഘടനകളെ വിശ്വസിച്ച് അവരോട് ആഭിമുഖ്യം വെച്ചു പുലർത്തുന്ന ക്രൈസ്തവ നാമധാരികളെ നിങ്ങൾ മനസ്സിലാക്കുക. ലോക ചരിത്രത്തിൽ ഒരിടത്തും ആട്ടിൻപറ്റങ്ങളെ ചെന്നായിക്കൂട്ടങ്ങൾ സംരക്ഷിച്ച ചരിത്രമേ ഇല്ലെന്ന്.